നിങ്ങൾക്ക് ഞാനൊരു മുനാഫിക്കിൻ്റെ കഥ പറഞ്ഞു. മുനാഫിക്കുകളെ പറ്റി ധാരാളം ഹദീസുകളുണ്ട്, ചരിത്രങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു മുനാഫിക്കിൻ്റെ കഥ പറഞ്ഞിട്ട് ഈ തൽക്കാലം ഇന്ന് മുനാഫിക്കിൻ്റെ ചർച്ച ഞാൻ നിർത്തുട്ടോ. സൂറത്ത് തൗബയിൽ ഒരായത്താ, വമിൻഹും ആളുകളെ കൂട്ടത്തിലുണ്ട് മൻ ആഹദല്ലാഹ, അള്ളാഹിനോട് ചില ഉടമ്പടി ചെയ്തു. എന്താ ചെയ്താരോ, ലൈൻ ആത്താനാ മിൻ ഫദ്ലിഹി, അള്ളാഹു തആല തൻ്റെ ഔദാര്യത്തിൽ നിന്ന് എനിക്ക് തന്നാൽ ലനസ്വദ്ദഖന്ന, ധാരാളമായിട്ട് ഞാൻ സ്വതക്ക ചെയ്യും, വലനകൂനന്ന മിന സ്വാലിഹീൻ, നല്ല സ്വാലിഹീങ്ങളിൽ പെടും ഞാൻ. ചള്ള തരികയാണെങ്കിൽ കായൊന്നുമില്ലാത്ത കാലത്തേ ആളുകൾ അങ്ങനെ പറയാം. ഓരോരുത്തർ യൂസുഫ് അലി അങ്ങനെയുള്ളവരൊക്കെ കാണുമ്പോൾ എനിക്കാണ് അങ്ങനെ എന്താ ഞാൻ അയിലാറ് ഉഷാറാക്കുന്നൊക്കെ ആൾ പറയും. ഫലമാത്തഹുമി ഫദ്ലി, അങ്ങനെ പണ്ട് അല്ലാഹു തആല ഒരാൾക്ക് പൈസ കൊടുത്തപ്പോൾ ഫദ്ൽ കൊടുത്തപ്പോൾ ബഖിലു ബി, ഭയങ്കര ലുബ്ധനായി മാറി. അപ്പോൾ തവല്ലു, പിന്തിരിഞ്ഞു. ആദ്യം പറഞ്ഞൊന്നും ഓർമ്മല്ല. വഹും മുഅ്രിദൂൻ, പിന്തിരിഞ്ഞു പോവുകയാണ്. ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം, അക്കാരണത്താൽ അവർ ഹൃദയത്തിൽ അല്ലാഹു തആല നിഫാഖ് ഉണ്ടാക്കി, അവനെ മുനാഫിക്കാക്കി. നല്ല സ്വഹാബിയായിരുന്നു ആൾ. ഇയാളെ പേരെന്താ അറിയോ? സലബ. വഹുവ സാലബത്തു ബിനു ഹാത്തിബ്. സാലബത്തു ബിനു ഹാത്തിബ് എന്നൊരു ഇബ്നെ കൂട്ടി പറയേ, ഹാത്തിബിൻ്റെ മകൻ സാലബയായിരുന്നു. ഇയാൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹു തആല കുറേ സമ്പത്തിയൊക്കെ കൊടുക്കാൻ വേണ്ടി നിങ്ങളൊന്നും തിരക്കണം നബിയെന്ന്, എല്ലാവർക്കും അവരുടെ അവകാശമൊക്കെ ഞാൻ കൊടുക്കും, ഉഷാറാക്കും എന്ന് പറഞ്ഞു. കുറച്ച് മുതലുണ്ടാകുകയാണെങ്കിൽ ഞാൻ ഉഷാറാക്കും. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അയക്കും വേണ്ടി അങ്ങോട്ട് ദ്വാരുന്നു. അയാൾക്ക് ഭയങ്കരമായ സമ്പത്തുണ്ടായി. ചുരുക്കത്തിലുള്ള ജുമയ്ക്ക് പോലും വരാതെയായി. പൈസ കൂടിയപ്പോഴേ സക്കാത്തിട്ട് കൊടുത്തുമില്ല. ഇതാണ് സംഭവം. നല്ല സ്വഹാബിയായിരുന്നു ഈ സാരബ, നല്ല സ്വഹാബിയായിരുന്നു. ജുമാനും ജമാഅത്തിനൊക്കെ ലാസിമാക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ മസ്ജിദ് എപ്പോഴും പള്ളിയിൽ തന്നെ ആയിരുന്നു. ഒരിക്കൽ നബി ഇദ്ദേഹത്തെ കാണുന്നു, നിസ്കാരം കഴിഞ്ഞാൽ വേഗം പോവാ. തങ്ങൾ അയാളോട് ചോദിച്ചു, ലിമ മുനാഫിക്കീന, എന്താ മുനാഫിക്കീങ്ങൾ പണിയെടുക്കണത്, നിസ്കരിച്ചാണ്ട് ഒന്നും ലേശം ഇരുന്ന് ദിക്റൊന്നും ചെല്ലാതെ ഭയങ്കര ഓട്ടം എന്താന്ന്. അപ്പോൾ ഇയാൾ പറയാണ്, ഞാൻ ഫക്കീറാണ് നബിയെ, ഞാൻ ഈ ഇട്ട ഡ്രസ്സ് തന്നെ എനിക്കും ഭാര്യക്കും പാടേ ഉള്ളൂ, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാണ്ട് വരും ഇവിടെ നിസ്കരിക്കും, ഇത് ഓള് ധരിക്കാൻ വേണ്ടി ഓക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും, എന്നിട്ട് ഓള് ഇതിട്ടിട്ടാണ് നിസ്കരിക്കുക, ഞങ്ങൾക്ക് രണ്ടാക്കുമ്പാടെ ഒരു ഡ്രസ്സേ ഉള്ളൂ നിസ്കരിക്കാൻ, അതാണ് ഞാൻ വേഗം പോകണത്. അതുകൊണ്ട് അങ്ങ് ദുആ ചെയ്യണം, എൻ്റെ റിസ്ക്കിൽ ഒരു വിശാലത ചെയ്യാൻ വേണ്ടി അങ്ങ് ദ്വാരക്കണം നബി എന്ന് പറഞ്ഞു. അപ്പം ആണോ തലബേ, പൈസ ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കണോന്ന്. കുറച്ച് മുതലുണ്ടായിട്ട് അതിൻ്റെ ശുക്ർ ചെയ്യലാണ്. ഒരുപാട് ഉണ്ടായിട്ട് ശുക്ർ ചെയ്യാൻ പറ്റാതിരിക്കണേക്കാട്ടിലും നല്ലത്. ഒരു കുറച്ചെന്തെങ്കിലും ദുനിയാവൊക്കെ ഉണ്ടായി അതിനെ ശുക്ർ ചെയ്യണതാണ്. ശുക്ർ ചെയ്യാൻ പറ്റാത്ത വിധം ദുനിയാവ് കൊന്നുകൂടുന്നതിനെക്കാട്ടിലും നല്ലത് എന്ന് തങ്ങൾ ഇയാൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പം നബി പ്രാർത്ഥിച്ചു, അല്ലാഹു മർസുക്ക് സാലബത്തെ മാലൻ, പഠിച്ചവനെ ഈ സാലബ് കുറച്ച് മുതൽ കൊടുക്കേന്ന്. അങ്ങനെ അയാൾ കുറച്ച് ആടുകളെ വാങ്ങാണ് ചെയ്തത്. അങ്ങനെ കുറച്ച് ആടുകൾ വാങ്ങിയപ്പോൾ നമുക്ക് ആടുകളെ കണ്ട് വളർന്നു. കമായൻ മുദ്ദൂദു, പുഴുക്കൾ വളർന്നുണ്ടാണമാർക്ക്. ലാസ്റ്റ് മദീന അയാൾക്ക് സ്ഥലം മതിയല്ല, അയാളെയും ആടുകളെയും പാടെ ഉൾക്കൊള്ളാൻ ആർക്ക് കഴിഞ്ഞില്ല, മദീന നഗരിക്ക് കഴിഞ്ഞില്ല. മൂപ്പര് മദീനത്ത് നിന്ന് പോയി.